ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ ഹിയർ ഫാത്മ. സോ കുറേ കാലമായി എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്, ഷോർട്ട് വീഡിയോസ് മാത്രമേ ഉള്ളൂ, ലോങ് വീഡിയോസ് എന്താ ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പേഴ്സണലിയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ്, പനി, ജലദോഷം ആൻഡ് സംതിങ് ലൈക്ക് ദാറ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം ബാക്ക് വിത്ത് മൈ വീഡിയോസ്. എന്താണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും റീസെൻ്റ്ലി കുറേ പേര് യൂണിവേഴ്സിറ്റി എക്സാംസ് ഫേസ് ചെയ്യാൻ പോവാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയേഴ്സും അതുപോലെ തന്നെ ലാസ്റ്റ് ഇയേഴ്സും. ഫസ്റ്റ് ഇയേഴ്സും ലാസ്റ്റ് ഇയേഴ്സും ഏറ്റവും കൂടുതൽ പാനിക്കാവുന്ന ടൈമാണ്. അതായത് ഫസ്റ്റ് ഇയേഴ്സിനെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഭയങ്കരമുള്ളൊരു പേടി. അതായത് ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി എക്സാംസ്, വോട്ടെവർ മോഡൽ എക്സാംസും ബാക്കിയുള്ള ഇൻറ്റേർണൽസൊക്കെ കോളേജിൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയുള്ളൊരു കാര്യമാണ്. ആൻഡ് ഫോർ ദ ലാസ്റ്റ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ അവസാനത്തെ എക്സാമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്കൊരു എക്സാം എഴുതാൻ വയ്യ എന്നുള്ള മൈൻഡ് സെറ്റായിട്ട് ഇരിക്കുന്നവരാണ്. സോ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഇയേഴ്സ് ആൻഡ് ലാസ്റ്റ് ഇയേഴ്സ്, നിങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതേണ്ട ആളുകൾ എന്ന് ഞാൻ പറയും. കാരണം ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ മോഡൽ എക്സാംസിനൊക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിമ്പിളായിട്ട് നമുക്ക് പാസ് ഔട്ടായി പോകാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ എഴുതേണ്ട പാറ്റേണിൻ്റെ ഒരു രീതി നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. അതനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ പേപ്പറിൽ എഴുതാനും ശ്രമിക്കുക. അതർവൈസ് കുറേ ഇങ്ങനെ ഗ്യാസൊക്കെ അടിച്ച് വെക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ഇറ്റ് വിൽ ഫൈൻഡ് ഡിഫിക്കൽട്ട് ഫോർ യു ടു ഗെറ്റ് പാസ്ഡ്. ആൻഡ് ഫൈനൽ ഇയറും അതേപോലെ തന്നെയാണ്. കാരണം കുറേ നമ്മളിങ്ങനെ തള്ളി എഴുതി വെച്ചിട്ട് കാര്യമില്ല. പോയിൻറ്റ്സ് അതിലുണ്ടായിരിക്കണം. പോയിൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ വി ഷുഡ് അണ്ടർലൈൻ ദ പെക്യുലർ സെൻറ്റൻസസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിനോട് റിലേറ്റബിൾ ആയിട്ടുള്ളത് എന്തായാലും സ്പെസിഫൈ ചെയ്ത് അണ്ടർലൈൻ ചെയ്യുക. കാരണം എക്സാമിനേഴ്സ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ദേ വോണ്ട് ഹാവ് മച്ച് ടൈം ടു ഗോ ത്രൂ യുവർ ഹോൾ ആൻസർ. സോ അവർക്ക് ആ ഒരു സെൻറ്റൻസ് ഹൈലൈറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ടു അക്വയർ മോർ മാർക്സ് ടു ദാറ്റ് ആൻസർ. ഓക്കെ, സോ ഇങ്ങനെയുള്ള കുറേ പേര് ടിപ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് എക്സാമിന് പഠിക്കുക, എങ്ങനെയാണ് ഇയർ ബാക്ക് ഇല്ലാതെ പാസ് ഔട്ട് ആവാൻ പറ്റുക. ശരിക്കും പറഞ്ഞാൽ BDS എന്നുള്ള കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡ്രോബാക്ക് പറഞ്ഞാൽ ഇയർ ബാക്കാണ്. മറ്റുള്ള കോഴ്സസിൽ നമുക്ക് പേപ്പർ എഴുതിയെടുക്കാം എന്നുള്ളൊരിതുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 2 പേപ്പേഴ്സ് ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയർ ബാക്കാണ്. ദാറ്റ് മീൻസ് 6 months ബാക്കായിരിക്കും. അപ്പം നമുക്കൊരു പേപ്പറാണ് മിസ്സായതെങ്കിൽ നമുക്കെന്തിന് നമുക്കത് ക്യാരി ചെയ്ത് നെക്സ്റ്റിലേക്ക് ഇരിക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ക്യാരിയും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ക്യാരി ഈസ് ഓൾസോ ലിറ്റിൽ ബിറ്റ് ടഫ് ബിക്കോസ് നമുക്ക് ഓൾറെഡി പ്രാക്ടിക്കൽസ് ഉണ്ടാകും. അതുപോലെ തന്നെ പഠിക്കാനും ഒരുപാടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സബ്ജക്റ്റ് ലാസ്റ്റ് ഇയർത്തെ പ്രീവിയസ് ഇയർത്തെ ഒരു സബ്ജക്റ്റും കൂടി പഠിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. ബട്ട് മാക്സിമം അത് ക്യാരിയൊക്കെ ഉണ്ടായിട്ട് പോലും അതിനെ കോപ്പപ്പ് ചെയ്ത് ഫൈനൽ ഇയർ എത്തുന്ന ആളുകളുണ്ട്. സോ ഡോണ്ട് ഗെറ്റ് വറീഡ് ഇഫ് യു ഹാവ് എ ക്യാരി ഓൾസോ. എന്തായാലും സമാധാനത്തോടെ ഇരുന്ന് പഠിക്കുക. ആൻഡ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഫൈനൽ ഇയറിലുള്ള സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ അവർ ഫേസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കുഹാസ ആയതുകൊണ്ട് ടൈം ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. സോ നല്ല രീതിയിൽ കീപ്പ് ഓൺ റിവൈസിങ് ആൻഡ് കീപ്പ് ഓൺ ആൻസറിങ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ആൻസേഴ്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു എക്സാമിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ടൈം ശരിക്കും ഉണ്ടാവാറില്ല. അങ്ങനെ എടുക്കരുത് എന്നാൽ പറയാം. മാക്സിമം നിങ്ങൾ ആ പേപ്പറിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. പ്ലീസ് ഡോണ്ട് ഗെറ്റ് പോസ്റ്റ് ഇൻ ബിറ്റ്വീൻ. പോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം അത്രയും വേസ്റ്റ് ആവും. കാരണം 16 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 16 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ടൈമേ നമുക്ക് കിട്ടുള്ളൂ. പരമാവധി അത് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഇത്ര മിനിമം പേജസ് ഉള്ളൊരു ബുക്ക്ലെറ്റാണ് കിട്ടുക. അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. നല്ല രീതിയിലേക്ക് നമ്പേഴ്സ് ഇട്ട് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ശ്രദ്ധിക്കാത്ത പല അശ്രദ്ധ കാരണം സംഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ലോങ് എസ്സേസിന് കുറേ ടൈമൊന്നും സ്പെൻഡ് ആക്കരുത്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് എസ്സേ എഴുതിക്കൊണ്ടിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് 3 മാർക്സ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് 1 hour ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു 1 hourലാണ് ഞാൻ എല്ലാം കൂടി എഴുതിയിട്ട് അവസാനം ടെൻഷൻ അടിച്ച് റിസൾട്ട് വരുന്നവരെ ടെൻഷനായിരുന്നു. സോ മാക്സിമം ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പരമാവധി ടൈം മാനേജ് ചെയ്ത് ഇത്ര ടൈം ഈ ഒരു ക്വസ്റ്റ്യന് എന്നുള്ള രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് എക്സാമിന്
അപ്പിയർ ചെയ്യുക. പിന്നെ എന്താ പറയാനുള്ളത്, BDSനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് പ്രാക്ടിക്കൽ സെഷൻസ് വരികയാണെന്നുണ്ടെങ്കിലും അതായത് പേഷ്യൻസിനെ നമ്മൾ നോക്കേണ്ടി വരും. പുറത്തുനിന്ന് പേഷ്യൻസിനെ വിളിച്ചിട്ട് നമ്മൾ എക്സാമിന് കൊണ്ടുവരണം. അപ്പം അങ്ങനെയുള്ള കുറച്ച് ടൈറ്റ് കാര്യങ്ങളുണ്ട്. അതൊക്കെ പരമാവധി ഒപ്പിക്കാനുള്ള സ്ട്രഗിളൊക്കെ മനസ്സിലാകും. ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിട്ടാൻ ഭയങ്കര കഷ്ടപ്പാടാണ് പേഷ്യൻസിന്. നോ വൺ വിൽ കം, പക്ഷേ കിട്ടും എന്തായാലും. ആ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ എവിടെന്നെങ്കിലുമൊക്കെ ഒന്ന് റെഡിയായി വരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട. പിന്നെ ഫോർ ദ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് മാക്സിമം ഡയഗ്രാംസ് വരയ്ക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. എനിക്ക് ഈ ക്വസ്റ്റ്യൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം ഒരു ക്വസ്റ്റ്യന് നമ്മൾക്ക് അറിയണ എന്തെങ്കിലും ഒരു പോയിൻ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ മേ ബി ഒരു 0.5 മാർക്ക് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ വീണ് കഴിഞ്ഞാൽ സംടൈംസ് ഇറ്റ് വിൽ ഹെൽപ്പ് യു. അറ്റ് ദ സെയിം ടൈം ഇഫ് യു വോണ്ട് അറ്റൻഡ് ഇറ്റ്, നമ്മൾ അറ്റൻഡ് ചെയ്യാതെ വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 0 മാർക്സാണ്. അപ്പോൾ 0.5 ആണ്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എവറി ക്വസ്റ്റ്യൻസ്, ഡോണ്ട് സ്കിപ്പ് ഔട്ട് ക്വസ്റ്റ്യൻസ്, പ്ലീസ് അറ്റൻഡ് എവറി ക്വസ്റ്റ്യൻസ്. പിന്നെന്താ പറയാനുള്ളത്, ഫസ്റ്റ് ഇയേഴ്സിനോട് അനാട്ടമിയിലും അതുപോലെ തന്നെ എല്ലാ സബ്ജക്ട്സിലും മാക്സിമം ഡയഗ്രാംസ് വരയ്ക്കാൻ നോക്കുക. പ്രത്യേകിച്ച് അനാട്ടമിയിൽ ഹെഡ് ആൻഡ് നെക്കിലുള്ള എല്ലാ ലൈക്ക് കവർണ സൈനസ്, പോസ്റ്റീരിയർ ട്രയാങ്കിൾ, ആൻറ്റീരിയർ ട്രയാങ്കിൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, സ്റ്റെനോക്ലിഡോമാസ്റ്റോയിഡ്, അങ്ങനെ കുറേ ലൈക്ക് അനാട്ടമിക്കൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വരയ്ക്കുക, ഡയഗ്രാംസ് മാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണം, ലൈക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഗൈഡൻസ് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ, ഫീൽ ഫ്രീ ടു ആസ്ക്. എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ബയോയിൽ. അതിൽ പോവുക. നിങ്ങൾക്ക് ഞാൻ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ യൂട്യൂബിലൊക്കെ വന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ അതിൽ കുറേ ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ടിപ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റെസ്പോൺസായിട്ടാണ് യൂട്യൂബിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക് മീ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ദി സ്റ്റുഡൻസ് ഹു ആർ ഗോയിങ് ടു അറ്റൻഡ് ദ എക്സാം, ഫസ്റ്റ് ഇയേഴ്സ് ആൻഡ് ലാസ്റ്റ് ഇയേഴ്സ്. എല്ലാം എളുപ്പമാവും. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.